الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാര അനുഗ്രഹമായിട്ട് ഞങ്ങൾ എല്ലാവരും റമദാനിൽ പ്രവേശിച്ച അതിലും പോണെന്ന് നോമ്പ് കഴിഞ്ഞിട്ട് ഇഫ്താറായിട്ട് മഗ്രിബും ഇശാ തറാവി ആയിട്ട് ഇബാദത്തായിട്ട് പള്ളിയിൽ ദൈക്കവും അള്ളാഹു ഞങ്ങൾക്ക് വലിയ തൗഫീക്ക് തന്ന ഓർക്കണം. ഞങ്ങൾ ദുനിയാവിൽ വെച്ചിട്ട് വർഷം തിങ്കളും വാരം ഡേയ്സും മിനിറ്റ്സും സെക്കൻഡും എല്ലാം ലെസ്സായിട്ടുണ്ട്. ഞങ്ങൾ ആയുസ്സെല്ലാം കുറഞ്ഞുകൊണ്ട് പ്ലസ് ആയിട്ടുള്ളല്ല. കഴിഞ്ഞ റമദാനിക്ക് ഇന്ന് എത്ര ആൾമാർ ഇൻ്റെ ഈ റമദാൻ ഞങ്ങളൊട്ടിക്കില്ല, നെക്സ്റ്റ് റമദാൻ ഞങ്ങൾക്കൊന്നും ഉറപ്പില്ല. അതെല്ലാം ഈ റമദാനിക്ക് വന്നിട്ട് ഹയാത്ത് ഇന്നിട്ട് പോലും ഇബാദത്താക്കോ ആവാണ്ട് ഹോസ്പിറ്റൽ ICU റൂമിൽ വെച്ചിട്ടും ഹോസ്പിറ്റൽ ബെഡിൽ വെച്ചിട്ടും ഔത്ര ബെഡിൽ വെച്ചിട്ട് മാരകമായ സീക്ക് ബലിയാൻ എത്ര ആൾമാർ ഞാൻ ചുറ്റുപാടുള്ളൂ. അದ್ರ ನಡುವಲಾയിട്ട് അള്ളാഹു ഞങ്ങൾക്ക് റമദാൻ ഒಟ್ಟಿಗೆ പള്ളിക്ക് വന്ന് ഇബാദത്താക്കോ തൗഫീക്ക് തന്നെ. മാത്രമല്ല ഈ റമദാനിക്ക് വന്ന് എനിക്കത്തെ 3 മയ്യത്തിര സ്റ്റോറി ഞാൻ കേട്ട. 4ാമത്തെ നോമ്പുണ്ട് ഔത്തെ ഭർത്തായി പോയി ചെറുക്ക തൊക്കോട്ട് സ്മാർട്ട് സിറ്റിയിൽ ജോബ് പോയ ചെറുക്ക കറണ്ട് അടിച്ച് മറിച്ചത് ഞാൻ കേട്ട. 24 ವರ್ಷದ ಬಾಲಕಾರಾയിട്ട് ಜಾಬ್ പോയ ಪ್ಲೇಸ್ಲಿ വെച്ചിട്ട് കറണ്ട് അടിച്ച് മറിച്ചിട്ട് അണ്ട് ഔത്തുക്ക് നോമ്പ് തർക്കു പറഞ്ഞ ബണ്ട് ബദൽಗಾയിട്ട് ചെറുക്കന മയ്യത്ത് കറന്നു വന്ന് ഞാൻ കേട്ട. രണ്ടാമത്തെ ആയിട്ട് SKSM യൂത്ത് ആയോജന ആക്കി എനിക്ക് റിവൈവ് 2.0 ക്യാമ്പിൽ ഞങ്ങളൊട്ടിക്ക് പാർട്ടിസിപ്പേറ്റ് ആക്കി എനിക്ക് ഒരു ചങ്ങായി ഒരു സഹോദര 5ാമത്തെ നോമ്പ് ഔത്തെ പുറത്തു പോയിട്ട് 6ാമത്തെ നോമ്പ് മഹാരാഷ്ട്രത്തെ രത്നഗിരിൽ വെച്ചിട്ട് ഒരു ആക്സിഡന്റിൽ മറിച്ചിട്ട് 7ാമത്തെ നോമ്പ് 2 സുബൈനിസ്കാർത്തായിട്ട് ആ ചെറുക്കടെ ദഫനാക്കിയത്. അതുമാത്രമല്ല ഇന്നലായിട്ട് പദവിനങ്ങളിൽ വെച്ചിട്ട് കുതിരോളി ഭാഗത്തെ ഒരു ബാലക്കാര ഒരു ഡെലിവറി പോണ്ട സന്ദർഭത്തിലായിട്ട് ഒരു ആക്സിഡന്റിൽ മറിച്ചെനിക്കത്തെ സ്റ്റോറി ഞാൻ കേട്ട. ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഔത്തങ്ങ നൈക്ക് പോയി എനിക്കത് മോണു നൈക്ക് പോയി എനിക്കത് ബാലക്കാരല്ല ബാപ്പ അല്ല നൈക്ക് പോയി എനിക്കത് മാപ്പിളെ ഉണ്ട് നോമ്പ് പിടിച്ചിട്ട് ഔത്തെ പുറത്ത് പോയി ആൾ തിരിച്ചു വന്ന് ഒരു ആംബുലൻസിൽ മയ്യത്തായിട്ട് ഒരു ഉറപ്പ് പോലെ ഔത്താക്കില്ലാത്ത എനിക്കത്തെ മൗത്തായിട്ട് ഞങ്ങൾ ചുറ്റുപാട് നടന്നില്ല. ഈ മൗത്തുകളിൽ ഞങ്ങൾ സാക്ഷിയായിട്ടുള്ള സാക്ഷിയായി ഞങ്ങൾ ചൊന്നൂല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുടെ പക്കൽ വന്നങ്ങ തിരിച്ച് റബ്ബുടെ പക്കൽ പോണ്ടങ്ങ ചൊന്നൂല്ല. ഈ ഭാഗത്തിൽ വെച്ച് ഞങ്ങൾ ഒന്ന് മനസ്സിലാക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആൻ ഞങ്ങൾ വിളിച്ചിട്ട് കുന്തും ഖൈറ ഉമ്മത്ത്, മാനവ സമുദായത്തിൽ വെച്ചിട്ട് നിങ്ങൾ ഖൈറായ ഉമ്മത്തായിട്ടുള്ളൂ. ആറ് ഉമ്മത്ത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് ഖൈറായ ഉമ്മത്ത്. മാത്രമല്ല ഖുർആൻ കിട്ടിയ ആൾമാർ നിങ്ങളായിട്ടുള്ളൂ. നിങ്ങളെ ഗ്രന്ഥ ഖുർആനായിട്ടുള്ളൂ. ഇവിടെ മനസ്സിലാക്കും. ദുനിയാവിൽ നാനാ ഭാഗത്തിൽ വെച്ചിട്ട് ഖൈറായ ഉമ്മത്ത് ബാലക്കാരിൽ നശ കടന്നു പോയുള്ളൂ. പെണ്ണുമക്കളുടെ സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആയിട്ടുള്ളൂ. മക്കളുടെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൽ ബലിയായിട്ടുണ്ട്. ഇതെല്ലാം ഒരു ഭാഗത്ത് ഞങ്ങൾ സമുദായത്തെ ആഡംബരം മങ്ങിലെ നടന്നുകൊണ്ടുണ്ട്. മറുഭാഗത്തിലായിട്ട് ഈ ആൽമാരെ ഖൈറായ നിലക്ക് വിൽക്കൊനാനിക്കിത് പുരോഹിത വർഗ മക്ബറത്തും ജാറത്തും അന്ധവിശ്വാസത്തും അനാചാരത്തിൽ എടുത്തു പോയിട്ട് ഈമാന്റെ ലൂട്ടിയാക്കിയ സന്ദർഭത്തിലായിട്ട് നാളെ നിങ്ങൾ മനസ്സിലാക്കുന്നു. ഈ ഭാഗത്തിൽ വെച്ചിട്ട് അള്ളാഹു ഒരു ആൽമാരെ തിരഞ്ഞെടുത്ത ഹിദായത്തെ കൂട്ടത്തിലാക്കിയ ആൾമാർ മനസ്സിലാക്കുന്നു. ഞങ്ങൾക്കാല് നിസ്കരിച്ചെങ്ക നോമ്പ് നോക്കിയെങ്ക സക്കാത്ത് കൊടുത്തെങ്ക ഹജ്ജിക്ക് പോയെങ്ക സ്വർഗ കിട്ടുന്ന വിചാരിക്കോത്തീര. ಅದಕ್ಕೆಲ್ಲ ಅಲ್ಲ ಚൊല്ലി അം ഹസിബ്തു അൻ തദ്ഖുലൽ ജന്ന. നിങ്ങൾ എന്ത് വിചാരിച്ചിര അത്ര ഈസി ആയിട്ട് നിങ്ങൾ സ്വർഗത്തേക്ക് പോണ്ടേ? അല്ലെ ചിലപ്പോൾ ഞങ്ങൾ ചെറിയ എക്സാമ്പിൾ എടുക്കാം. 8:30 നിന്നെ എനിക്ക് ഇഷാ നിസ്കാരത്തെ വിളിച്ചിട്ട് 9:45 ഇഷാ ഒട്ടിಗೆ തല വിത്തറായിട്ട് ആത്മാർത്ഥമായി ഞങ്ങൾ സ്വന്തത്തോട് ക്വസ്റ്റ്യൻ ആക്കി നോക്കാം. ഈ നിസ്കാരത്തിൽ വെച്ചിട്ട് എൻ്റെ കൽബൊന്ന് നിസ്കാരത്തൊട്ടിಗಿಂತ ചിലപ്പോൾ ഇമാം സലാം വീട്ടൊന്ന ಕೆಸರ್ತಯಾ ಸಲಾಮಾಯ್ತು ಜಂಡಾಯ್ತು 4 ಆಯ್ತು 6 ಆಯ್ತು 8 ಆಯ್ತು ವಿತರಾಯ್ತು തീന്ത് ചെന്തല ഞങ്ങൾ പുറത്തു പോകേണ്ട മനസ്സിലാക്കുന്നു. ചിലപ്പോൾ ഈ നിസ്കാര കബൂലല്ല ആയിട്ടില്ലെങ്കിൽ പിന്നെ എന്തുകായിട്ട് പിന്നെ എങ്ങനെ ആയിട്ട് നാളെ പാരത്തിലെ ജീവിതം ഞങ്ങൾ പോകണ്ടേ? ആർക്കും പോണ്ടില്ല ചില ഉറപ്പെന്തില്ലല്ലേ. ആ ചെന്നാൽ ഇന്നലെ ഔത്തെ ഭർത്താവ് ബാലക്കാര മോന്തിಗೆ വന്നെത്തെ ഒരു മയ്യത്തായി നിಂತು ಇಂದು നോമ്പുകില്ല 6 അടി മണ്ണിലായപ്പോൾ എനിക്കെത്തെ ഈ സ്റ്റോറി ഈ ഇതിഹാസ ഈ മൗത്ത് നണ്ട നിങ്ങൾ ലൈഫിൽ നടക്കുകയില്ലേ? ഞങ്ങൾ ആരും വിചാരിച്ചില്ല ഞങ്ങൾ മരിക്കുകയില്ല. ദുനിയാവിൽ അല്ല ഇല്ല ചെന്ന് വാദിക്കുക എത്തിച്ച് നിരീശ്വരവാദികൾ പോലും അങ്ങ് സറണ്ടർ ആവുന്ന ആയത്തുണ്ട്. കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത്. പ്രതി ഒരു ശരീരം അത് മൗത്ത് രുചി അനുഭവിച്ചിട്ട് തീരുണ്ട്. അല്ല ചെല്ലുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം. ഏ ഭാഗത്തിൽ ഏ മൂവ്മെന്റില് ഏ മണ്ണില് ഏ പ്ലേസിലായിട്ട് നണ്ടും നിങ്ങളെ മയ്യത്തെടുത്തു പോകില്ലേ? അല്ല റബ്ബ് തീരുമാനിച്ചിട്ട് ഞങ്ങളെ ഡേറ്റ് ഓഫ് ഡെത്ത് അല്ല തീരുമാനിച്ചിരാ. ഞങ്ങളെ കഫൻ തുണി അല്ല റെഡിയാക്കിരാ. ഞങ്ങളെ മയ്യത്തെടുത്ത് പോണ 4 ആൾമാർ റെഡിയാക്കിരാ. ഞങ്ങളെ മണ്ണ് പോൽ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ മാത്രം റെഡിയാവില്ലേ? സഹോദരന്മാരെ മനസ്സിലാക്കൂ. നോക്കൊരു ചുറ്റുപാടിൽ വാർ യുദ്ധം നടന്നുകൊണ്ട് ഭയഭീതി വാതാവരണം ക്രിയേറ്റ് ആയിട്ടുണ്ട്. പള്ളിയിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ പേടിക്കുന്ന ഹാലത്തായിട്ട് കുറെ കൺട്രീസിൽ നാം കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങനെയല്ല.
അൽഹംദുലില്ലാ നല്ല ഇഫ്താറും നല്ല സഹറും നല്ല യേശുള്ള പള്ളിയും തെച്ചിട്ട് ഇബാദത്തായിട്ട് അല്ലാഹു അക്ബർ ചെന്ന് നെഞ്ഞ് കൈക്കെട്ടി നിസ്കരിക്കുമ്പോൾ ഞങ്ങളെ കൽബിൽ ഒരു പേടി വന്നിട്ടില്ലേ, ഒരു മിസൈൽ അറ്റാക്ക് ആവുക, ഒരു ബോംബ് വീഴുക, ഞങ്ങളെ കൽബിൽ അങ്ങനത്തെ ഒരു വിചാരം വന്നിട്ടില്ലേ. ദുനിയാവ് കുറെ ഭാഗത്തിൽ വെച്ചിട്ട് മുസ്ലിം ആൽമാർ നിസ്കരിക്കുക കൈ കേട്ടിട്ട് ബുൾപുട്ട് ഹാലത്ത് പോലും സോഷ്യൽ മീഡിയ കണ്ടോളൂ. എന്തേ ഈ ഭാഗത്തിൽ വെച്ചിട്ട് എവിടെ ആയിട്ട് സൗണ്ട് സൈലന്റ് സൗണ്ട് കേട്ടുകൊണ്ടു ഏ ഭാഗത്ത് ബാമ്പ് പോണ്ടു എപ്പോഴും അവസാനിച്ചു പോണ്ട മൂമെന്റിലായിട്ട് ഒരു ഭാഗത്ത് മുസ്ലിം ഉമ്മത്ത് ജീവൻ എടുത്തോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കണ്ടോളൂ ഇസ്ലാം ഇല്ലാണ്ടാക്കോബേനായിട്ട്, ഖുർആന്റെ ആദർശം ഇല്ലാണ്ടാക്കോബേനായിട്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ആദർശത്തെ ഇല്ലാണ്ടാക്കോബേനായിട്ട് ദുനിയാവുടെ ക്രൂരി ആൾമാർ ആര് ദുനിയാവുടെ ക്രൂരി ആൾമാർ ഒന്നായിട്ടുള്ളൂ. യഹൂദി നസ്രാക്കന്മാരും ഇസ്ലാമിനെ ദ്വേഷിക്കുന്ന ആൾമാരെല്ലാം ഒന്നായിട്ട് പണിയെടുത്തു. എന്ത് പണിയായിട്ട് ക്രൂരിച്ചുള്ള കാരണമായിട്ട് കഴിഞ്ഞ റമദാനിൽ വെച്ചിട്ട് ഗാസ ഫലസ്തീൻ ആക്രമിക്കുമ്പോൾ ഇതേ പള്ളി വെച്ച് ക്ലാസ് ആക്കി പോയ അണ്ടൊരു പലക്കച്ച് എങ്ങനായിട്ട് സാധ്യമായിട്ട് ആ പിഞ്ചു കുഞ്ഞുങ്ങളെ ആക്രമിക്കൊള്ള ചെല്ലുമ്പോൾ ഈ നോമ്പ് സാക്ഷിയായിട്ട് അള്ളാഹു ആകെ നഗ്ന സത്യത പുറത്തിട്ട ആറങ്ങ ദുനിയാവിൽ കണ്ടത് എഫ്സിൻ ഫൈൽസിൽ വെച്ചിട്ട് ഭീകരമായ ഇതിഹാസുള്ള ആൾമാർ ഫൈൽസ് ആയിട്ട് സോഷ്യൽ മീഡിയ ചിലപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഒരു ഒലിമ്പ് 10 വർഷം 14 വർഷം പെണ്ണു മക്കൾ റേപ്പാക്കിയിട്ട് അങ്ങനെ ചോര കുടിച്ചോരു. റേപ്പാക്കിയത് മാത്രമല്ല അങ്ങനെ കൽത്തട്ട് ചോര കുടിച്ചോരു. ചോര കുടിക്കൽ റീസൺ പിടിയുണ്ടാ അങ്ങനെ ഏജ് റിവേഴ്സ് ആവുdu, അങ്ങനെ സ്കിന്ന് ഗ്ലോ ആവുdu. മക്കളെ ചോര കുടിച്ചെങ്കായിട്ട് മക്കളെ ചോര മാത്രം കുടിച്ചല്ല ആ മക്കളെ പിന്നീട് കൊന്നിട്ട് ഇറച്ചിയാക്കി തിന്നടിക്കതായിട്ട് എഫ്സിൻ ഫൈൽസിൽ വെച്ചിട്ട് അങ്ങനെ ഇതിഹാസക്കാട്ടി ആരത് ദുനിയാവ് എണ്ണപ്പെട്ട കാസറാൽമാർ വലിയ വലിയ കാസറാൽമാരങ്ങ ഇണ്ട് വേൾഡ് റിച്ചസ്റ്റ് ആൾമാർ അടിക്കും അങ്ങനെ പേരുമുണ്ട്. അങ്ങനത്തെ ആൾമാരായിട്ട് റബ്ബില്ല ചെന്ന് വാദിക്കുന്ന ആൾമാർ, റബ്ബിടെ അഹദാർ വഹദാനത്തെ ഇല്ലാണ്ടാക്കോ ട്രൈ ആക്കിയ ആൾമാർ, ഖുർആന്റെ താഴ്ത്ത് കീഴടു പ്രയത്നാക്കിയ ആൾമാർ ഇതിഹാസമായിട്ട് ഇണ്ട് സോഷ്യൽ മീഡിയ നാണു നിങ്ങൾ കാണുമ്പോൾ ഒന്ന് മനസ്സിലാക്കുന്നു എന്ത് കായിട്ടിങ്ങനായിട്ടുള്ള മുസ്ലിം സമുദായം അള്ളാഹുരെ പേടിക്കാത്ത റീസൺ ആയിട്ടുണ്ടോ. ഇണ്ട് യഹൂദി നസ്രാക്കൻ അങ്ങനെ കാലടിക്ക് വേണ്ടി നിൽക്കുന്ന ഹാലത്ത് മനസ്സ് അള്ളാഹുടെ ക്യാറാക്കാത്ത കാരണമായിട്ട് ഇണ്ട് ആരമാണ് അങ്ങ് പേടിച്ചുള്ള റബ്ബിടെ ഖുർആൻ ഇസ്സത്ത് കൊടുക്കുന്ന ആൾമാർ കാസും ദൗലത്തും പവറും ഇൻഫ്ലുവൻസ് അധികാരത്തിന് അങ്ങ് ഇസ്സത്ത് കൊടുത്ത ഖുർആന്റെ സൈഡ് വെച്ച കാരണമായിട്ടുണ്ടോ. ഇന്ത്യ എല്ലാ ഭാഗത്തിൽ വെച്ച് മുസ്ലിം ഉമ്മത്തിന് മേൽ ആക്രമിച്ചുകൊണ്ടുള്ളവരും മുസ്ലിം ഉമ്മത്തിന് മേൽ ഹിംസിച്ചുകൊണ്ടുള്ളവരും മുസ്ലിം ചൊല്ലി പേര് കൊണ്ടിട്ടായിട്ട് അങ്ങനെല്ലാം സുൽമുഖാക്കി വേണ്ടിക്കും നാനും നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറയില്ല ഇലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ഖുർആന്റെ എത്തുപാട്ടുള്ളെങ്കത്തെ ഊടലെങ്കത്തെ ഈ വർഗത്തെ ആൾമാർക്ക് സാധ്യമില്ല. ഇന്ന ശിർക ലദുൽമൻ അദീം ശിർക്ക് ചൊല്ലി ഭയാനകമായ പാപ്പ ചൊന്ത് പോലും മനസ്സിലാക്കിയിട്ട് പോലും ആ ശിർക്കൻ വിശ്വാസത്തിൽ പോണ്ട ആൾമാർക്ക് ഈ ഖുർആനെ പിടിച്ചിട്ട് ദാവാക്കോ സാധ്യമില്ല. യാ അലി യാ ഹുസൈൻ ചെന്ന് വിളിച്ച ആൾമാർക്ക് പോലും ഖുർആനെ പിടിച്ച് ദാവാക്കോ സാധ്യമില്ല. ആകാശ ഭൂമിയെ നിയന്ത്രിക്കണേ കോഴിക്കോട് മരണപ്പെട്ടു പോയെനിക്കത്തെ CM ഒലി ചെന്നിട്ട് ആ ഒരു ആധുനികമായിരിക്കത്തെ അങ്ങനത്തെ ഒരു തന്ത്രജ്ഞാനം ഉള്ളെനിക്കത്തെ ഈ ഭാഗത്തിൽ വെച്ചിട്ട് CM മടൂറായിട്ട് ഈ ലോകത്തെ നിയന്ത്രിക്കാൻ ആദർശ വെച്ച ആൾമാർക്ക് പോലും ഖുർആനെ പിടിച്ച് ദാവാക്കോ സാധ്യമില്ല. അതൊക്കെ തിരഞ്ഞെടുത്ത് ആരെ പിടിയുണ്ട് അള്ളാഹു ഞങ്ങളെ പോലത്തെ ഹിദായത്തിലെ കൂട്ടത്തെ ആൾമാർ ആരും ബേജറാക്കിരണ്ട. ഈ വഹദാനിയത്ത് ഈ ഖുർആൻ എത്തുപാട്ടനായ മുസ്ലിം സമുദായത്തെ തൗഹീദ് ആൽമാർ ഭിന്നിപ്പായി പോയിട്ടുള്ളൊരു ഗ്രൂപ്പായിട്ട് പോയിട്ടുള്ളൊരു അഖീദ സമത്വത്തിൽ ഹൈറായിട്ടുള്ളൂ ഹക്കായിട്ടുള്ളൂ ബാത്തിലായിട്ടുള്ളൂ ആദർശത്തിൽ ഒരു അടിവർച്ച ഒരു ചേഞ്ചസ് ഇല്ല. അള്ളാഹു മാത്രം ഇബാദത്തായിട്ട് അത് മനുഷ്യമാ മലക്ക ഒന്നിനൊട്ടി ഞങ്ങൾ ഇബാദത്തില്ല അള്ളാഹു മാത്രമായിട്ട് വേണ്ടി ആദർശത്തിക്കുന്ന ആൾമാർ ഭിന്നിപ്പായിട്ട് പോയിട്ടുള്ളൂ. എന്തേ കെബർ കർന്നു ബന്ത് ഇഗോ കർന്നു ബന്ത് ഞങ്ങളെല്ലാം ഭിന്നിപ്പായിട്ട് പോകേണ്ട സന്ദർഭം ഒന്ന് മനസ്സിലാക്കുന്നു. അള്ളാഹു ഞങ്ങൾക്ക് തന്ന ഹിദായത്ത് ഈ ഖുർആന്റെ സന്മാർഗ ദർശന ഗ്രന്ഥം ഉണ്ടല്ലേ ഇതിന് ഞങ്ങൾ സൈഡിൽ വെച്ച ഇതിന് ഞങ്ങൾ കീഴിട്ട ഇതിന് ഞങ്ങൾ വില കൊടുക്കാത്ത കാരണമായിട്ട് എല്ലാ ഭാഗത്തും മുസ്ലിം ഉമ്മത്ത് സുൽമായിട്ടുള്ളേ ആക്രമിച്ചുകൊണ്ടുള്ളേ നൊമ്പല തിന്നോണ്ടില്ലേ ഏത് കാരണ എന്തായിട്ട് മുസ്ലിം ഉമ്മത്തിനുള്ളാവോ കാരണ എന്തായിട്ട് ഞങ്ങൾക്ക് ഇസ്സത്ത് കിട്ടിയില്ല എന്തായിട്ട് ഞങ്ങൾ കടകണിച്ചുള്ള ചൊല്ല വിഷയമായിട്ട് നാളെ കലി പാരത്രിക ജീവിതത്തിൽ എല്ലാ റസൂൽമാരെ അള്ളാഹു സാക്ഷിയായിട്ട് വിളിക്കരുത്. അതായിട്ട് നിങ്ങളെ ഖൗമിന്റെ ആൾമാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഗ്രന്ഥമായിട്ട് പോയപ്പ എന്തായിട്ട് എനിക്ക് റെസ്പോൺസ് ആക്കി ചില ആൾമാർ വേറെ വേറെ നബിമാർ വേറെ വേറെ റീസൺ ചൊല്ലുന്നു. നാളെ മാശറ മൈതാൻ വെച്ചിട്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ല പലകൊണ്ടു വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. അല്ലാഹുവേ നന്റെ ഖൗമിന്റെ ആൾമാർ ഉണ്ടല്ലേ ഈ ഖുർആന്റെ കടകണിച്ചു ഈ ഖുർആന്റെ തായ്ത്തി ഉറകാക്കി വിട്ടു ഈ ഖുർആന്റെ അപഹാസ്യത്തിൽ വിഷയാക്കി വിട്ടോ ചെല്ലുമ്പോൾ ഞങ്ങൾ പേരിക്കാറ് അത് ശിർക്കൻ വിശ്വാസമുള്ള ആൾമാരായിട്ട് ദർഗത്തിൽ പോണ്ട മക്കബറത്ത് പോണ്ട ആൾമാർ വിഷയത്തിലായിട്ട് ആയത്ത് വന്നോലെ ചിലപ്പോൾ നക്കുനിങ്കായിട്ട് നിങ്ങൾ ഈ ആയത്ത് എന്തേ അനക്ക് സാധ്യമില്ല ഖുർആനെ പിടിച്ച് ദാവാക്കോ എന്തേ കൽബിൽ ശിർക്കൻ വിശ്വാസം ഉണ്ടോ ഞങ്ങളെ കൽബിൽ ശിർക്കൻ വിശ്വാസം ഇല്ല ഞങ്ങൾ ആരും സർട്ടിഫിക്കറ്റ് ഇട്ടിട്ട് അല്ല വന്ന തൗഹീദ്
അപ്ലിക്കേഷൻ കൊടുത്ത് പറഞ്ഞല്ല റബ്ബ് സുബ്ഹാനഹു വ തആല എന്താ റഹ്മ കൊണ്ടിട്ട് നന്റെ കൽബിലും നിങ്ങളെ കൽബിൽ ഹിദായത്ത് ബെൽച്ചിട്ട് തന്ന ചിലപ്പോൾ അല്ലാഹു നാല കൽബിൽ ഹിദായത്ത് ബെൽച്ചിട്ട് തന്നിട്ടില്ലെങ്കിൽ വല്ലാഹി ഈ പള്ളിക്ക് കടന്നു പോകാൻ സാധ്യമില്ല. ഈ ഖുർആൻ ഓപ്പൺ ആക്കി നോക്ക് ഓതുക സാധ്യമില്ല ಅಂತ ಖಾಲಿ ಖತಮೆ ತೀರ್ಕಾನಲ್ಲ ಅಂತ ഖുർആന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാവല ഖുർആന്റെ ആദർശം മനസ്സിലാവാൻ ഒരു സമയം ആവിടെ ഉണ്ടായെങ്കിൽ ഈ പള്ളി മാത്രമല്ലല്ലേ തൊട്ടത് ചമ്മയുടെ പള്ളിയില്ലേ എല്ലാ പള്ളിയിലും എന്തുകൊണ്ട് നിസ്കാരമുണ്ട് എല്ലാ പള്ളിയിലും 5 വക്ത് നിസ്കാരമുണ്ട് എല്ലാ പള്ളിയിലും തറാവി നിസ്കാരമുണ്ട് എല്ലാ പള്ളിയിലും അങ്ങ ഹൈക്കറ്റ് ചില ഫലക്കുണ്ട് ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ റബ്ബേ ഞങ്ങൾ നിന്റെ മാത്രം ആരാധിക്കുന്ന അല്ലാഹുവേ നിന്റെ മാത്രം സഹായ കേൾക്കുന്ന ആൾമാർ എങ്ങനായിട്ട് ദർഗത്ത് പോ സാധ്യ മക്ബറത്ത് പോ സാധ്യ ബാബ ബീവിമാരോട് പോ സാധ്യ എങ്ങനായിട്ട് തങ്ങന്മാരോട് പോകുക സാധ്യ അത് സാധ്യമുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൽബ് അല്ലാഹ് ഹിദായത്ത് കൊടുത്തില്ല ചിലപ്പോൾ അല്ലാഹുവിനെ കൽബ് ഹിദായത്ത് തന്നെ മനസ്സിലാക്കണോ ഞങ്ങൾക്ക് വലിയ ജവാബ്ദാരി ഉണ്ട് ദുനിയാവിൽ വെച്ചിട്ട് ഈ ദുനിയാവ് ഞങ്ങൾക്ക് ಶಾಶ್ವತಲ್ಲ ഞങ്ങളെ കാസ പേര ദൗലത്ത സമ്പത്ത പവറ ഇൻഫ്ലുവൻസ് അധികാരമ സ്ഥാനമാനം ഇതൊന്നും ഒലിയോഗില്ല ഇതെല്ലാം മണ്ണോടെ മണ്ണായി പോകുന്നു ഒന്നും ഒലിയോഗുണ്ട് അഹ്സനു അമല ഖൈറായ അമൽ മാത്രം ഒലിയോഗുണ്ട് ഈ പരിശുദ്ധ റമദാനിൽ വെച്ചിട്ട് ഞാൻ എനിക്ക് ചൊല്ല ഉദ്ദേശിച്ചില്ലേ ഖുർആനുമായിട്ടുള്ള ഞങ്ങളെ ബന്ധ ഖുർആനുമായിട്ട് ഞങ്ങൾ മുട്ടപ്പോണക്കത്തെ വിഷയം ഞങ്ങൾ മനസ്സിലാക്കണം എൻ്റെ സമുദായത്തിൽ വെച്ചിട്ട് ഞങ്ങൾ വലിയ ജവാബ്ദാരിയുള്ള ആൾമാർ അല്പസംഖ്യാത്ത ആൾമാരിൽ വെച്ചിട്ട് അല്പസംഖ്യാത്ത ആൾമാർ നാനും നിങ്ങായിട്ടുള്ള തൗഹീദിലെ ആൾമാർ ഞങ്ങൾക്ക് വലിയ ജവാബ്ദാരി ഉണ്ട് അല്ല ചെന്നുള്ളൊരു 3rd വേൾഡ് വാറിലെ ഒരു മുൻസൂചനായിട്ട് ഇക്കറി നടന്നുള്ള യുദ്ധ അല്ലാഹുവാലം ഞങ്ങൾക്ക് പിടിയില്ല അവിടെ നശിക്കൂ ഇവിടെ നശിക്കൂ ഇന്ത്യ പോവൂ ഇറാഖ് പോവൂ ഇറാൻ പോവൂ സൗദി പോവൂ അല്ല തീരുമാനിച്ച് എല്ലാം പോവും ദുനിയാവെ പോണ്ടല്ലേ പിന്നെന്ത് ഞങ്ങൾ പേടിക്കൂല്ലേ ഞങ്ങൾക്ക് ആക്കൂല്ലേ പണി എന്തിനു പിടിയുണ്ട മൗത്ത് ഉറപ്പു ഞങ്ങൾക്ക് പിടിയുണ്ട് ഞങ്ങൾ ഈ ദുനിയാവ് യാത്ര പോണത് ഞങ്ങൾക്ക് പിടിയുണ്ട് ഇന്നലെ നാളെ ഞങ്ങൾ പോകേണ്ട ഉറപ്പായിട്ടുണ്ട് അതൊക്കെ വാറാവാൻ ചെന്നില്ല പോണ തെരല് വെച്ചിട്ട് ഒരു ആക്സിഡന്റ് ഞങ്ങൾ മരണപ്പെട്ടു പോകുക അല്ലെങ്കിൽ ബി പി ലോ ആയിട്ടാ ഷുഗർ ഹൈ ആയിട്ടാ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് എങ്ങനെ ഞങ്ങൾ മരണപ്പെട്ടു പോകുക ആ മരണപ്പെട്ടു പോകേണ്ട മുന്നോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഹിദായത്തിന്റെ ഗ്രന്ഥ തന്ന ഖുർആൻ തന്ന അതിനെ മുട്ട ഞങ്ങൾ പോണു ആറ് പോകില്ല ചിലപ്പോൾ ഇത് ഞങ്ങൾക്ക് ക്ലാസ് ആക്കില്ല ഇവിടെ തൗഹീദ് അല്ലാത്ത പള്ളിയിലല്ല തൗഹീദ് മനസ്സിലാക്കി ആൾമാരെ പള്ളിക്ക് പോയി ഞങ്ങൾ ക്ലാസ് ആക്കില്ല കാരണം ചിലപ്പോൾ ഇത് കടകണിച്ചുള്ളതായിട്ടുള്ള കിബർ കൊണ്ട് കടകണിച്ചുകൊണ്ടില്ല ആരും അങ്ങനെ ആക്കിരണ്ട ನನ್ನ ಕ್ಲಾಸ್ ಎಂಡಾಕ ಮುಂದಲು ഒരു ഇൻസിഡന്റ് ചൊന്തന ഉണ്ടാക്കടെ എവ്രി റമദാനിക്ക് ലേർൻ ദ ഖുർആൻ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട ഒരു ഇൻസിഡന്റ് നാച്ചുള്ള ദുനിയാവ് കണ്ണനിക്കത്തെ അത്തീസമിൽ വെച്ചിട്ട് നിരീശ്വരവാദത്തിൽ വെച്ചിട്ട് തോമസ് ആൾട്ടൻ ചൊല്ല പേര് ചിലപ്പോൾ എല്ലാ ക്ലാസ്സും നാച്ചുള്ള ഒരു എക്സാമ്പിൾ എന്ത് ചെന്നിട്ടായെങ്കിൽ അതായിട്ട് ദുനിയാവ് കണ്ടേ നിരീശ്വരവാദി അള്ളാഹുടെ കലിയാക്കിയാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെണ്ണ് പിരാന്ത ചെന്തായിട്ട് ആ മനുഷ്യൻ നഊദു ബില്ലാഹ് അള്ളാഹുന്റെ റസൂൽ അങ്ങനെ കലിയാക്കുന്ന ആളായിട്ട് നിരന്തരമായിട്ട് 12 വർഷമായിട്ട് ഇസ്ലാമിന്റെ ഹേട്ടാക്കി ഒലിമ്പ ബുക്കായി എഴുതിട്ട് എല്ലാം ഇസ്ലാമിന്റെ ദ്വേഷിക്കുന്ന ബുക്കായിട്ട് ഒരു നാൾ ഒരു കോൺഫറൻസിൽ വെച്ചിട്ട് ഈ ഖുർആന്റെ കാട്ടിയാൽ തമാശയാക്കിട് ഇത് ഖുർആൻ ഇത് റബ്ബ് വന്നതുല ഇതിന് അംഗീകരിക്കുന്ന ആൾമാർ ഉണ്ടുല അപ്പ ഈ അംഗീകരിക്കുന്ന ആൾമാർ മുസ്ലിമുല ചെന്ത ഇങ്ങനെ ചൊല്ലാൻ പായിട്ട് അൺഎക്സ്പെക്ടഡ് ഖുർആൻ കൈ തപ്പി കീഴ്പോണ്ടു കൈ തപ്പി കീഴ്പോന്നപ്പ അതിൽ സ്പീച്ച് കണ്ടിന്യൂ ആക്കിട് പിന്നെ കണ്ണ് ഖുർആനിക്ക് പോണ്ടു ഖുർആനത്തിൽ പൊടിയ മുൾ ബൈക്കിട് വെച്ചപ്പ ഖുർആന്റെ കീഴ് ആയത്ത് കണ്ടെത്തൽ എന്തേ ഒരു ആയത്ത് ഇങ്ങനെ ಇಂತ എന്ത് നിങ്ങൾ ആ ഖുർആന്റെ വിഷയത്തെ ആലോചനാക്കല്ലേ നിങ്ങളെ ഖൽബ് അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ നിങ്ങളെ ഖൽബ് കേന്ദ്ര ബീഗിട്ട് അല്ലാഹു ചൊല്ല ആയത്തായിട്ട് പിന്നീട് അഗൈൻ ഓപ്പൺ ആക്കുമ്പോൾ അതേ ആയത്ത് വന്ന പിന്നീട് ക്ലോസ് ആക്കി വെച്ചിട്ട് അയച്ചേ അതിൽ സ്പീച്ചിൽ സ്പിരിറ്റ് കൊടിയായിട്ട് ജോഷ് കൊടിയായിട്ട് ആ സ്പീച്ച് അതിൽ പിന്നെ ബാക്ക് സൈഡ് പോയി തെച്ചിട്ട് അഗൈൻ ഖുർആൻ ഓപ്പൺ ആക്കുമ്പോൾ അതേ ആയത്ത് വന്ന് ഏത് 3 പട്ടം നോക്കി അതേ ആയത്ത് വന്ന് അതിൽ ചെന്ന് ലൈഫിൽ ഫസ്റ്റ് ആയിട്ട് എനിക്ക് വല്ലാത്തൊരു പേടി വന്ന് എന്തായിട്ടുണ്ട് ഈ ആയത്തിനക്ക് വന്നോല്ലേ ആറ് ഒരു നിരീശ്വരവാദി അള്ളാഹ് വാദിച്ചാൽ പിന്നീടായിട്ട് 3 ഗಂಟೆ ജർണിക്ക് കാറിൽ പോകുമ്പോൾ ബാക്ക് സൈഡ് വെച്ചാൽ ഖുർആൻ നോക്കിയോ പോണ്ടു അർത്ഥം നോക്കിയോ പോണ്ടു അങ്ങനെ 7 തിങ്കൾ നിരന്തരമായിട്ട് ഖുർആന്റെ വിഷയത്തുക ഏതൊരു വിഷയത്തിൽ കടന്നു പറയാത്ത ആള് പിന്നീട് 7-8 തിങ്കൾ പിന്നെ അതിൽ വന്ന് ചെന്ന ഫലക്ക ഫസ്റ്റ് ഫലക്കായിട്ടുണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഒരു ജുമാ ഖുത്ബ കേൾക്കാത്താൽ ഒരു തസ്കിയ ക്ലാസ് കേൾക്കാത്താൽ ഒരു ഇസ്ലാമുമായി ടച്ച് ഇല്ലാത്ത ആളായിട്ട് ചെന്ന് ഞാൻ സാക്ഷി വഹിക്കുന്ന അല്ലാഹു റബ്ബായിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുടെ റസൂലായിട്ട് ചെന്നിട്ട് നിരന്തരമായിട്ട് ദാവാക്കി ഇണ്ടു പോകുന്ന ദാവാക്ക് ലിസ്റ്റിൽ ആൾമാരെ കാണുകിട്ട് ഒന്ന് മനസ്സിലാക്കുന്നു എത്ര ഖുത്ബ കേട്ട എത്ര തസ്കിയ ക്ലാസ് കേട്ട എത്ര പടായിട്ട് ലേൺ ക്യാമ്പയിനിങ് ആണ് റബ്ബുടെ തൗഫീഖ് നാനും എസ്കെഎസ്എം യൂത്ത് വിംഗ് ടീം 5ാമത്തെ വർഷമായിട്ട് ഡിഗ്രി പള്ളിക്ക് വന്നോല്ലേ ആത്മാർത്ഥമായി നെഞ്ഞി കൈപ്പിച്ചു ആലോചനാക്കണു ഈ ലേൺ ദുഃഖാണ് ബുക്ക് ചിലപ്പോൾ പള്ളി ടേബിളിലേക്കു പള്ളിയുടെ കമ്മിറ്റി ആൾമാർ കോൻ തന്നിട്ടിക്കോറും അല്ലെങ്കിൽ പെണ്ണിങ്ങൾ സൈഡിൽ വെച്ചിട്ട് എത്ര ആൾമാർ എന്തായിട്ടും ലേൺ ഖുർആൻ ഇത് എന്തൊരു വിഷയ ഞങ്ങൾക്ക് പഠിക്കാൻ സാധ്യത ഉണ്ടാ നിങ്ങൾ ആലോചനാക്കില്ലെങ്കിൽ വല്ലാഹി
നഷ്ടപ്പെട്ട കൂട്ടത്തിലായി പോ. ചിലപ്പോൾ ഖുർആന്റെ കടകണിച്ച ആൾമാർ ശിർക്കൻ വിശ്വാസത്തിൽ പോയ ആൾമാരല്ല അങ്ങ് പോയിട്ടായിട്ട് റബ്ബ് ഹിദായത്ത് കൊടുക്കാണ്ട് അങ്ക് പറ സാധ്യല്ല. ചിലപ്പോൾ അങ്ങായിട്ടിക്കും അള്ളാഹു കാത്ത് സലാമത്താക്കും. സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിൽ ലേന്തൊക്കെയാണ് ക്യാമ്പയിന് ഭാഗമായി നിങ്ങൾ മുന്നോട്ട് വന്നിട്ടില്ല. ഈ ക്യാമ്പയിൻ ചൊല്ലിട്ടായെങ്കിൽ ഇത് എവ്രി ഇയറിൽ 4 സൂറത്ത് 6 months 5 months 2 സൂറത്തായിട്ട് ഞങ്ങൾ പഠിത്തുപോട്ട് ഇത് 12 വർഷം മേൽപ്പെട്ട ആർക്കും അങ്ങനെ ഫ്രീ ടൈം യൂസ് ആക്കിയിട്ട് ഖുർആൻ പഠിക്കുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടുണ്ട്. എക്സാം കാൽ ടിക്കിങ് എഴുതൊക്കെന്തില്ല. ചിലപ്പോൾ ഊടെ പോൾ സെന്റർ ഉണ്ട്. അൽഹംദുലില്ലാ സുരപ്പാടി ചെല്ലുമ്പോൾ അൽഹംദുലില്ലാ നല്ല നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ ചൊമ്മത്തെ പെൻഡിങ്ങും ചൊമ്മത്തെ മക്ക ಬಂದ എക്സാം വെച്ച് ನಾವು ഇവിടെ നോക്കിയത് ഈ പള്ളിയിൽ വെച്ചിട്ട് ഇതെല്ലാം ഈ കമ്മിറ്റി സഹകാരം കൂടെ ആൾമാർ സഹകാരം കൊണ്ടിട്ടായിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം എല്ലാ നമ്മുടെ വ്യവസ്ഥ ഞങ്ങൾക്ക് ഇക്കുമ്പോൾ ഞങ്ങൾ അത് എന്തേ നോക്കില്ല. 12 വർഷം മേൽപ്പെട്ട ആർക്കും പാർട്ടിസിപ്പേറ്റ് ആക്കാം. ഫസ്റ്റ് പ്രൈസ് ഉംറ ഇംഗ്ലീഷും കന്നഡത്തിൽ അതേപോലെ ഗോൾഡ് കോയിൻ ഇന്നത്തെ പ്രൈസ് ഞാൻ കൊടുത്തിട്ട് ഈ ആൾമാർക്ക് ഖുർആനെ മുട്ട പണിക്ക് അപ്പോർച്ച് ഞാൻ കൊടുത്തോല്ല. ലേന്തി ഖുർആൻ ചെന്നിട്ട് നിങ്ങൾ ഫ്രീ ടൈം യൂസ് ആക്കിയിട്ട് ഖുർആൻ പഠിക്കുന്ന ചാൻസ് ആയിട്ടുണ്ട്. ഇതിൽ മിസ്സാക്കണ്ട. ചിലപ്പോൾ മക്കൾക്ക് പെരുന്നാൾ ഡ്രസ്സ് ഞങ്ങൾ പ്രിപ്പറേഷൻ ആക്കിയുള്ള അല്ലെങ്കിൽ ഔത്ത് റേഷൻ വേറെ വേറെ വിഷയം ഞങ്ങൾ ബിസി ആയിട്ടുള്ള ആത്മാർത്ഥമായിട്ട് തിങ്ക് ആക്കും. ഞങ്ങളെ മക്കൾ ഡ്രസ്സ് എടുക്കുമ്പോൾ ഒരു ഖുർആൻ കൊടുക്കുക കഷ്ടമായിട്ടുണ്ടാ ഒരു ഖുർആൻ കൊടുക്കുക കഷ്ടമായിട്ടുണ്ടാ ചിലപ്പോൾ ആ ഖുർആൻ കൊടുക്കുക കഷ്ടമായിട്ടുണ്ട്. ഞങ്ങളെ മക്കൾ ഖുർആൻ ഓതിരക്കൊക്കെ കഷ്ടമായി ഉണ്ടുണ്ടായി വിചാരിക്കറു ആ മക്കായിക്ക് ഫ്യൂച്ചറിൽ നശ കടന്നു പോയിട്ടില്ലേ, ഗാഞ്ചാവ് കടന്നു പോയിട്ടില്ലേ. അതെല്ലാം വേറൊരു റീസണില്ല. ಅದಕ್ಕೆ ചെല്ലവില്ല. നിങ്ങളെ മക്കൾ നിങ്ങൾ ഖുർആൻ പഠിപ്പാട്ടണം, ഖുർആനെ മുട്ടാക്കರು, ദാവ പ്രവർത്തനം മുട്ടാക്കರು. മക്കളുടെ ദീനിയുമായി ബന്ധപ്പെച്ചിട്ട് ആ മക്കൾ അങ്ങനെ എതിർത്ത് പോയി വല്ലാഹി ಖಂಡಿತമായിട്ട് അള്ളാഹുനെ മനസ്സിലാക്കി ഒരു വാലക്കാർ ഒരു പെണ്ണാവട്ടെ ഒരു ആണാവട്ടെ ഗാഞ്ചാവ് പോകാൻ സാധ്യമില്ല, നശ കടന്നു പോകാൻ സാധ്യമില്ല, ശിർക്കൻ വിശ്വാസം കടന്നു പോകാൻ സാധ്യമില്ല. അപ്പൊ ഞങ്ങൾ മുട്ടാക്കില്ല ഖുർആനെ മുട്ട പോകായിട്ട് ആ ഖുർആൻ മുട്ട പോകും, ഖുർആൻ പഠിക്കും. പരിശുദ്ധമായ റമദാൻ തിങ്കൾ അവതീർണായ പഠിക്കുള്ള ഖുർആന്റെ ഈസി മെത്തേഡ് ഞങ്ങൾ പുറത്ത് വെച്ചിട്ടുള്ള ആയിസബിൽ നിങ്ങൾ എല്ലാവരും ആ ബുക്ക് പർച്ചേസ് ആക്കിയിട്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾ ചങ്ങായിമാർ നിങ്ങൾ ചുറ്റുപാട് ആൾമാർ കൊടുക്കൂല്ലെങ്കിൽ അത് കോശിഷാക്കൂ. രണ്ടാമത്തെ വിഷയമായിട്ട് നിങ്ങളുടെ ഭാഗത്തിൽ 6 ബുക്ക് സ്പോൺസർ ആക്കിട്ടായെങ്കിൽ ഞങ്ങൾ പേഴ്സണൽ ഇൻഷാല്ല ചൊന്ന എരിപ്പാട എന്താ ചൊന്നിട്ടായെങ്കിൽ ഇഖ്ലാസോടെ ഒരു ഖുർആൻ ഞങ്ങൾ കൊടുക്കുക എത്ര വലിയൊരു പ്രതിഫലം ഞങ്ങൾക്ക് പിടിയില്ല. ചിലപ്പോൾ നാളെ ആഖിറത്ത് വലിയ മുതൽ കൂട്ടായിട്ട് കൊമ്മൈ ഒന്നാമത്തെ ഹന്തത്തിൽ ഒരു ഭാഗത്ത് ഒരാൾ ബുക്ക് സ്പോൺസർ ആക്കും. അത് ഒരു നോൺ മുസ്ലിം കൈക്ക് പോകും. 12ാമത്തെ ഹಂತ 13ാമത്തെ ഹಂತ 14ാമത്തെ ഹಂತಾമ്പു ആ കുടുംബ സമേತ അങ്ങ് ദീൻ സ്വീകരിച്ചു. അല്ലാഹു അക്ബർ. അങ്ങ് ഫാമിലി സമേತ ദീൻ സ്വീകരിച്ചു. ചിലപ്പോൾ സ്പോൺസർ ആക്കി ആൾ പിടിക്കല ആ ബുക്ക് എവിടെ പോയിച്ചಂತು ആ ഖുർആൻ എവിടെ പോയിച്ചಂತು ಇಂದ ಆ ಕುಟುಂಬ ದೀನ್ ಸ್ವೀಕರಿಸಿ ಇಬಾದತ್ ಹಾಕಿಕೊಂಡು ಬುದ್ಧರ ವಿಗ್ರಹത്തെ മുന്നിൽ ആരാധിച്ച ആൾമാർ ಇಂದ അല്ലാഹു അവരെ ദീൻ കടന്നു വന്നുള്ളൂ. ആർ കാരണം ഞങ്ങൾ കാലി പ്രയത്നം മാത്രമാണ് ഹിദായത്ത് അല്ലാഹു കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കണം ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു 10-20 ബുക്ക് ഞങ്ങൾ സ്പോൺസർ ആക്കും. ഇൻഷാ അല്ലാഹ് ആ റബ്ബെ ആറ് കൈക്കായും പോയിട്ട് അങ്ങ് ഹിദായത്ത് ആക്കുള്ള നിയത്തോടെ നിങ്ങൾ ആക്കറു. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രതി ഒരു പള്ളിക്ക് പോയിട്ട് എസ്കേസും യൂത്ത് വിംഗിലെ ബാലക്കാർ പണിയെടുത്തുള്ള എവ്രി റമദാൻ എന്തുള്ള ഞങ്ങൾ ഫീൽഡ് വർക്കിൽ പണിയെടുത്തുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് അല്ലാഹു ആഫിയത്ത് തന്ന അല്ലാഹു എവ്വണത്തെ തൗഹീദ് തന്ന അതുകൊണ്ടായിട്ട് ഞങ്ങൾക്ക് ഇതിൽ അടിപൊളിച്ചിട്ടില്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും സഹകാരം ഞങ്ങൾക്ക് അകത്യമുണ്ട്. സ്പോൺസർ ആക്കി ഞങ്ങൾ ബുക്ക് എടുക്കാം. എല്ലാം പുറത്ത് കൗണ്ടറിൽ ഒന്ന് വിസിറ്റ് ആക്കി നോക്കി പോരും. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കും പഠിപ്പാട്ടുകളെ തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ബന്ധനത്തെ ചെറിയ വലിയ ദോഷത്തെ അല്ലാഹു മാഫാക്കട്ടെ. റമദാനിൽ ആത്മാർത്ഥമായിട്ട് ഇബാദത്താക്കുള്ള തൗഫീഖ് ഞങ്ങൾക്ക് അല്ലാഹു തന്ന അനുഗ്രഹിക്കട്ടെ. മറിച്ച് പോയി എനിക്കിത് 3 സഹോദരന്മാരെ അല്ലാഹു മഗ്ഫിറത്താക്കട്ടെ. ആ കുടുംബക്കാർക്ക് മോണില്ലാത്തത് അല്ലെങ്കിൽ മാപ്പില്ലാത്തത് അല്ലെങ്കിൽ ബാപ്പില്ലാത്ത എനിക്കിത് നൊമ്പല സഹിച്ചോ അല്ലെങ്കിൽ ആ കുടുംബക്കാർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല സബൂർ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ദുനിയാവിൽ വെച്ചിട്ട് ഇസ്ലാമിനെ വിരോധിക്കണമെങ്കിൽ ഇസ്ലാം ഹേട്ടാക്കി ആൾമാർ അങ്ങനെല്ലാം ഷഡ്യന്ത്ര റബ്ബ് സുബ്ഹാനഹു വ തആല ഫെയിലൂർ ആക്കി വിടട്ട്. മുസ്ലിം ആൾമാർക്ക് തൗഹീദ് ആൾമാർക്ക് ഹക്ക് അല്ലാഹു വിജയ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇസ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ربنا ويغفر لنا ولإخواننا الذين سبقونا بالإيمان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. പുറത്ത് കൗണ്ടർ ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി പോരും, വിസിറ്റ് ആക്കി പോരും. ആരും നോക്കിയിട്ടും നോക്കാത്ത പോലെ പോകണ്ട. അള്ളാഹു ഈസി ആക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. ജസാക്കല്ലാഹു ഖൈർ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.